ഹലോ, ഞാൻ റിയാസ് ബിൻ ഉബൈദ്. നമ്മളിൽ ഭൂരിഭാഗം ആളുകൾക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അഭിമുഖീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു സംശയമുണ്ട്. അയാൾക്ക് അവൾക്ക് എന്നോട് ഇഷ്ടമുണ്ടോ? അത് ക്ലാസ്സിലോ കോളേജിലോ ഓഫീസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലോ ഉള്ള ഒരാൾ നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇത് വെറുമൊരു സൗഹൃദമാണോ, അതോ അതിനപ്പുറം എന്തെങ്കിലും അവൾക്ക് അല്ലെങ്കിൽ അയാൾക്ക് എന്നോട് ഉണ്ടോ എന്ന്. ഇവിടെ ഭൂരിഭാഗം ആളുകൾക്കും തുറന്ന് ചോദിക്കുവാൻ പേടിയാണ്. കാരണം തിരിച്ച് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഉള്ള സൗഹൃദം കൂടി നഷ്ടപ്പെടുമോ എന്ന ഭയം. എന്നാൽ ഒരാൾക്ക് നമ്മളോട് പ്രണയമുണ്ടോ അല്ലെങ്കിൽ താല്പര്യമുണ്ടോ എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി അവരുടെ മനസ്സൊന്നും തുറന്ന് നോക്കേണ്ട കാര്യമില്ല കേട്ടോ. അവരുടെ ശരീരഭാഷയും പെരുമാറ്റ രീതികളും ശ്രദ്ധിച്ചാൽ മാത്രം മതി. സൈക്കോളജി അനുസരിച്ച് ഒരാൾക്ക് മറ്റൊരാളോട് താല്പര്യം തോന്നുമ്പോൾ അവരുടെ ഉപബോധ മനസ്സ് ചില പ്രത്യേകമായിട്ടുള്ള സിഗ്നലുകൾ പുറത്തു വിടുമെന്നുള്ളതാണ്. അത് അവർക്ക് പോലും നിയന്ത്രിക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. ഇന്നത്തെ ഈ വിശദമായിട്ടുള്ള വീഡിയോയിൽ ഒരാൾക്ക് നിങ്ങളോട് പ്രണയപരമായിട്ടുള്ള താല്പര്യമുണ്ട് എന്ന് ഉറപ്പിക്കുവാൻ സഹായിക്കുന്ന 7 പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. കാരണം ഇതിലെ പല ലക്ഷണങ്ങളും ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലും ഇപ്പോൾ നടക്കുന്നുണ്ടാകാം. അതിൽ ഒന്നാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ലക്ഷണമെന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകൾ തന്നെയാണ്. അതായത് നമ്മുടെ കണ്ണുകൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ സാധാരണ ഒരാളോട് സംസാരിക്കുമ്പോൾ കുറച്ച് സമയം അവരുടെ കണ്ണുകളിൽ നോക്കും, പിന്നെ ചുറ്റുമുള്ള കാര്യങ്ങളിലേക്ക് നോക്കും. എന്നാൽ ഒരാൾക്ക് നിങ്ങളോട് താല്പര്യമുണ്ട് എങ്കിൽ അവരുടെ നോട്ടം നിങ്ങളിൽ തന്നെ കൂടുതൽ സമയം നിലനിൽക്കുമെന്നുള്ളതാണ്. ഇവിടെ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളൊരു കൂട്ടം സുഹൃത്തുക്കളുടെ കൂടെ ഇരിക്കുകയാണ് എന്ന് വിചാരിക്കുക. ആരെങ്കിലും ഒരു തമാശ പറഞ്ഞു തന്നിരിക്കട്ടെ, എല്ലാവരും ഒന്നിച്ച് ചിരിക്കുന്നു. ആ ചിരിക്കുന്ന നിമിഷത്തിൽ ആ വ്യക്തി ആദ്യം നോക്കുന്നത് നിങ്ങളെയാണ് എങ്കിൽ ഉറപ്പിച്ചോളൂ, അവർക്ക് നിങ്ങളോട് പ്രത്യേകമായിട്ടുള്ള താല്പര്യമുണ്ട് എന്ന്. നമ്മൾ സന്തോഷം പങ്കിടുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയിലേക്ക് നമ്മുടെ നോട്ടം അറിയാതെ പോകുമെന്നാണ് സൈക്കോളജി പറയുന്നത്. അതുപോലെ തന്നെയാണ് കൺപീലികളുടെ ചലനവും ഈ കൃഷ്ണമണിയുടെ വികാസവും. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം കാണുമ്പോൾ നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി ചെറുതായിട്ട് വികസിക്കും. പ്രകാശത്തിൻ്റെ വ്യതിയാനം കൊണ്ടല്ല കേട്ടോ. ഇത് നിങ്ങളെ നോക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ ഒരു തിളക്കവും കൃഷ്ണമണി വികസിക്കുന്നതായിട്ടും ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ശക്തമായ ലക്ഷണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. 2ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് സൈക്കോളജിയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ലക്ഷണം കൂടിയാണിത്. നമുക്ക് ഒരാളോട് കടുത്ത മാനസിക അടുപ്പമോ താല്പര്യമോ തോന്നുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അവരുടെ ശരീരഭാഷയെ അനുകരിക്കുവാൻ തുടങ്ങും. ഇത് വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒന്നാണ്. ഇത് എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു വ്യക്തിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കൈകൾ കെട്ടിവെക്കുക, അല്ലെങ്കിൽ മേശപ്പുറത്ത് കൈകൾ താങ്ങിയിരിക്കുക. അതുമല്ല എങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുക. കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ആ വ്യക്തിയും അതുപോലെ തന്നെ കൈകൾ കെട്ടുകയോ മേശയിലേക്ക് ചായുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യുന്നുണ്ടാവും. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അതേ ഭാവങ്ങളും ഇരിപ്പും അനുകരിക്കുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം അവരുടെ ഉപബോധ മനസ്സ് നിങ്ങളുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്നാണ്. അവർ നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും ആകൃഷ്ടരായി കഴിഞ്ഞു എന്നതിൻ്റെ വലിയൊരു തെളിവ് കൂടിയാണ് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 3ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ദിശയും അടുപ്പവുമാണ്. ചില അപരിചിതർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ അസ്വസ്ഥരാകാറുണ്ട്. എന്നാൽ ഇഷ്ടമുള്ളവർ അടുത്ത് വരുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം നൽകും. അത് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരാൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ അവർ മുന്നോട്ട് ആഞ്ഞു വന്ന് അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നുണ്ടോ, ശബ്ദകോലാഹലങ്ങൾ ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ പോലും അവർ നിങ്ങളിലേക്ക് ചരിഞ്ഞിരിക്കുന്നു, നിങ്ങളെ മാത്രം നോക്കിയിരിക്കുന്നു. ഇതിനർത്ഥം അവർക്ക് നിങ്ങളുടെ സാമീപ്യം ഇഷ്ടമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പാദങ്ങളുടെ ദിശ, ഇതൊരു അത്ഭുതകരമായിട്ടുള്ള സൈക്കോളജിക്കൽ ട്രിക്കാണ് കേട്ടോ. ഒരു മുറിയിൽ ഒരുപാട് പേർ ഉണ്ടെങ്കിൽ പോലും ആ വ്യക്തി ഇരിക്കുന്നതോ നിൽക്കുന്നതോ ആയ രീതി ശ്രദ്ധിക്കുക. അവരുടെ പാദങ്ങൾ നിങ്ങളുടെ നേരെയാണോ തിരിഞ്ഞിരിക്കുന്നത്? മനുഷ്യൻ തന്നെ ശ്രദ്ധ എങ്ങോട്ടാണോ കൊടുക്കുന്നത് അങ്ങോട്ടാണ് പാദങ്ങൾ തിരിച്ചു വെക്കുക എന്നതാണ് ബോഡി ലാംഗ്വേജ് വിദഗ്ധർ പറയുന്നത്. അതുപോലെ തന്നെ 4ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും അവർ കൃത്യമായിട്ട് ഓർത്തു വെക്കുന്നു എന്നതാണ്. നമ്മൾ സാധാരണ സുഹൃത്തുക്കളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. പലതും നമ്മൾ മറന്നു പോവുകയും ചെയ്യും. എന്നാൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരാൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവരുടെ തലച്ചോറ് നിങ്ങളുടെ ഓരോ വാക്കും വളരെ പ്രാധാന്യത്തോടു കൂടി റെക്കോർഡ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും എനിക്ക് പൈനാപ്പിൾ ജ്യൂസ് ആണ് കൂടുതൽ ഇഷ്ടമെന്ന്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന തരം പാട്ടുകളാണ് ഇഷ്ടമെന്ന്. ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങൾ കടന്നു പോയിട്ടുണ്ടാകും.
എപ്പോഴെങ്കിലും ജ്യൂസ് കുടിക്കുന്ന സമയത്ത് നിനക്ക് പൈനാപ്പിൾ ജ്യൂസ് അല്ലേ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഇന്ന പാട്ടല്ലേ നിനക്ക് ഇഷ്ടമെന്ന് എന്ത് ചെയ്യും ചോദിക്കും, അല്ലെങ്കിൽ ആ പാട്ടല്ലേ വെക്കേണ്ടത് എന്ന് ചോദിക്കും. നിങ്ങൾ തന്നെ മറന്നുപോയ ചെറിയ കാര്യങ്ങൾ അവർ ഓർത്ത് വെച്ച് സംസാരിക്കുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം അവർ നിങ്ങളെ വെറുമൊരു സുഹൃത്തായിട്ടല്ല കാണുന്നത് എന്നാണ്. അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത്രമാത്രം ശ്രദ്ധ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. 5ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ചെറിയ അസൂയയും അതുപോലെ തന്നെ സംരക്ഷണ മനോഭാവവുമാണ്. ഒരാൾക്ക് നിങ്ങളോട് പ്രണയമുണ്ടെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച്, പ്രത്യേകിച്ച് മറ്റൊരു പെൺകുട്ടിയെക്കുറിച്ചോ ആൺകുട്ടിയെക്കുറിച്ചോ പുകഴ്ത്തി സംസാരിക്കുമ്പോൾ അവരുടെ മുഖത്ത് ചെറിയൊരു ഭാവവ്യത്യാസം വരും. അവർ പെട്ടെന്ന് സൈലൻ്റ് ആകുകയോ അല്ലെങ്കിൽ വിഷമം മാറ്റുവാൻ ശ്രമിക്കുകയോ ചെയ്യും. ഇത് തികച്ചും സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണമാണ്. അതുപോലെ തന്നെയാണ് സംരക്ഷണ മനോഭാവം. നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അവർ അറിയാതെ നിങ്ങളുടെ കയ്യിലേക്ക് പിടിക്കുകയോ അല്ലെങ്കിൽ വശത്തേക്ക് ചേർത്ത് നിർത്തുകയോ ചെയ്യുക. നിങ്ങൾ ദൂരെ എവിടെയെങ്കിലും പോയി തിരിച്ചു വരുന്ന സമയത്ത് എത്തിയോ എന്ന് മെസ്സേജ് അയച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് സുഖമില്ല എങ്കിൽ അമിതമായിട്ട് ആകുലതപ്പെടുക. ഇതൊക്കെ വെറുമൊരു ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല, അതിനപ്പുറമുള്ള കെയറിംഗ് ആണ് വ്യക്തമാക്കുന്നത്. 6ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലെയും വാട്സപ്പിലെയും അവരുടെ പെരുമാറ്റമാണ്. ഇന്നത്തെ കാലത്ത് പ്രണയം തിരിച്ചറിയാൻ ഏറ്റവും എളുപ്പമുള്ള വഴി ഇതാണ്. മെസ്സേജുകളുടെ ദൈർഘ്യം നിങ്ങൾ ഓക്കെ എന്നൊക്കെ അയക്കുമ്പോൾ അവർ തിരിച്ച് വലിയൊരു പാരഗ്രാഫ് തന്നെ മെസ്സേജുകൾ അയക്കുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം അവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമുണ്ട് എന്നാണ്. അതുപോലെ തന്നെയാണ് അവർ എത്ര തിരക്കിലുള്ള ആളാണെങ്കിലും നിങ്ങളുടെ മെസ്സേജുകൾക്ക് വേഗത്തിൽ തന്നെ മറുപടി നൽകാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെ ദിവസവും രാവിലെ ഒരു ഗുഡ് മോർണിംഗ് അയക്കുന്നതോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ചാറ്റ് തുടങ്ങാൻ വേണ്ടി എന്തെങ്കിലും റീലുകളോ പോസ്റ്റുകളോ ഷെയർ ചെയ്യുന്നതോ അവരുടെ ഭാഗത്ത് നിന്നാണോ കൂടുതൽ നടക്കുന്നത് എങ്കിൽ തീർച്ചയായും അവർ നിങ്ങളുടെ മെസ്സേജുകൾക്കായി കാത്തിരിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 7ാമത്തതും അവസാനത്തതുമായിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നിൽ വെച്ചുള്ള അവരുടെ പരിഭ്രമം അല്ലെങ്കിൽ അസ്വസ്ഥതയാണ്. നമ്മൾ സാധാരണ സുഹൃത്തുക്കളുടെ അടുത്ത് വളരെയേറെ സാവകാശത്തിലും സമാധാനത്തിലുമായിരിക്കും. എന്നാൽ നമ്മളെ അമിതമായി ഇഷ്ടപ്പെടുന്ന ഒരാളുടെ മുന്നിൽ എത്തുമ്പോൾ നമ്മൾ ഹൃദയമിടിപ്പ് കൂടും. താൻ പറയുന്നത് മോശമായി പോകുമോ, തൻ്റെ ലുക്ക് നന്നായിട്ടുണ്ടോ എന്നൊക്കെ അവർ ചിന്തിക്കും. ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അവർ മുടി ഒതുക്കി വെക്കുക, വസ്ത്രങ്ങൾ ശരിയാക്കുക, കൈകളിൽ ഉള്ള ഫോണിലോ വാച്ചിലോ വെറുതെ കളിച്ചുകൊണ്ടിരിക്കുക, സംസാരിക്കുമ്പോൾ വാക്കുകൾ ഇടറുന്നത് പോലെ തോന്നുക. ഇതൊക്കെ അവർ നിങ്ങളെ ഇംപ്രസ് ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ മുന്നിൽ വെച്ച് ടെൻഷൻ ആകുന്നത് കൊണ്ടും സംഭവിക്കുന്നതാണ് എന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. സുഹൃത്തുക്കളെ, നമ്മൾ ഇപ്പോൾ പറഞ്ഞ 7 ലക്ഷണങ്ങളിൽ 4 അല്ലെങ്കിൽ 5 എണ്ണമെങ്കിലും ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അവർക്ക് നിങ്ങളോട് വെറും ഒരു സൗഹൃദത്തെക്കാൾ വലിയൊരു താല്പര്യമുണ്ട് എന്ന് ഉറപ്പിക്കാം. പക്ഷേ ഒരു കാര്യം ഓർക്കുക, സൈക്കോളജിയിൽ ഇതിനെയൊക്കെ സൂചനകൾ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് 1-2 ലക്ഷണം മാത്രം കണ്ടതുകൊണ്ട് പോയിട്ട് അതിവേഗമൊന്നും കാണിക്കരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തലുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.